ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മൂർത്തിയെയും ഡോണ്ടിയെയും വിളിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. രണ്ട് കുഴപ്പങ്ങളുണ്ട് പ്രത്യക്ഷത്തിൽ, രാജേഷ് മാധവൻ പറഞ്ഞു. ഒന്ന്, നയോമി കൊല്ലപ്പെട്ട കേസിലെ പ്രതികളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായിട്ടും മീഡിയ അത് കൊട്ടിഘോഷിക്കും. അതായത് നയോമി കൊല്ലപ്പെട്ടുവെന്നും സിത്താര ജീവിച്ചിരിപ്പുണ്ടെന്നും വെളിവാക്കപ്പെടും. സർ, അത് ഷുവറാണ്, ഡോണ്ടി പറഞ്ഞു. നമുക്ക് സിത്താര വധക്കേസിലെ പ്രതികളെയും പിടികൂടണമല്ലോ. അത് വേണം, അഷ്ടമൂർത്തി പറഞ്ഞു. സിത്താര ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിഞ്ഞാൽ അതിലെ പ്രതികൾ രക്ഷപ്പെടാനുള്ള പഴുതുകൾ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കും. അവർ ഈസിയായി തലയൂരിക്കൊണ്ട് പോവുകയും ചെയ്യും. ശരിയാണ് സാർ. നമുക്കിപ്പോൾ സിത്താരയെ വധിക്കാൻ ശ്രമിച്ചവർക്കും ശിക്ഷ കിട്ടണം, നയോമിയെ കൊലപ്പെടുത്തിയവർക്കും ശിക്ഷ കിട്ടണം. സിത്താര കൊല്ലപ്പെടാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയവരും വധശ്രമത്തിൽ പങ്കാളികളായവരും കരുതിയിരിക്കുന്നത് സിത്താര കൊല്ലപ്പെട്ടുവെന്നാണ്. അപ്പോൾ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നേ മതിയാകൂ, രാജേഷ് മാധവൻ പറഞ്ഞു. ഞാനൊരു ഐഡിയ പറയട്ടെ സാർ, ഡോണ്ടി ആലോചനയോടെ പറഞ്ഞു. നമുക്ക് സിത്താരയെയും കൂട്ടി കൈലാസ്നാഥിനെ കാണാൻ പോയാലോ? ആളിപ്പോൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് എന്താ മെച്ചം? ഡിവൈഎസ്പി ചോദിച്ചു. നമുക്കൊന്ന് ഭയപ്പെടുത്താം. ഒരു അപ്പോയിൻമെൻറ്റ് തരപ്പെടുത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിന് വേണ്ടി എന്ന മട്ടിൽ ഒരു ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുക. എന്നിട്ട് അയാളെ ചോദ്യം ചെയ്യാം. ഇപ്പോൾ അധികാരമില്ലെന്നേയുള്ളൂ, പഴയൊരു ജനപ്രതിനിധിയാണ്, ഡിവൈഎസ്പി സംശയം ഉന്നയിച്ചു. സിത്താര പറഞ്ഞ ഐഡിയ കുറച്ചുകൂടി ബെറ്ററാണെന്ന് തോന്നുന്നു, അഷ്ടമൂർത്തി ഓർമ്മിപ്പിച്ചു. രാത്രി ഓർക്കാപ്പുറത്ത് സിത്താര അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അയാളെ ഭയപ്പെടുത്തി അയാൾ ചെയ്ത കുറ്റകൃത്യം അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുക. അതും വേണമെങ്കിൽ പരീക്ഷിക്കാവുന്നതാണ്, ഡിവൈഎസ്പി പകുതി സമ്മതം നൽകി. ഇപ്പുറത്തെ മുറിയിൽ ജിംസണും സിത്താരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജിംസൺ അവളോട് തുറന്നു സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവൾ തടഞ്ഞു. വേണ്ട, നയോമിയുടെ വേഷം എന്നെ വിട്ടു പോയിക്കോട്ടെ, എന്നിട്ട് മതി. അതെന്നെ ഹോണ്ട് ചെയ്യുന്നു. എനിക്ക് ഞാനാകാൻ പറ്റാത്ത പോലെ തോന്നുകയാ. ധൃതി വയ്ക്കണ്ട, ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയുണ്ടല്ലോ. നീ നയോമിയുടെ മുഖംമൂടി എടുത്തണിയാനുള്ള കാരണം ഇതുവരെ ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. അത് അവിചാരിതമായിട്ട് സംഭവിച്ചു പോയതാ. എനിക്ക് പ്രത്യക്ഷത്തിലൊരു പങ്കുമില്ല. അതുകാരണം എനിക്കിപ്പോൾ നയോമിയുടെ ഐഡൻറ്റിറ്റിയും ഇല്ല, എൻ്റെയും ഇല്ല. ഭയങ്കര ഡിലേയാ. നീ ധൈര്യമായിട്ട് നിൽക്കണം. പോലീസിനോട് എല്ലാം തുറന്നു പറ. നീ ഇപ്പോഴും എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. നീ എവിടെയെങ്കിലും ഇരിക്കേ. സിത്താര അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്പം സംശയിച്ചു നിന്നു. ജിംസൺ അവളുടെ കൈ പിടിച്ച് സോഫയിലിരുത്തി. ആദ്യം മുതൽ എല്ലാം എന്നോട് തുറന്നു പറ. അതിനുവേണ്ടിയാണ് നിന്നെ എൻ്റെ അടുത്ത് വിട്ടിട്ട് അവരെല്ലാം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അച്ഛൻ്റെ മരണശേഷം നീ കോലാലംപൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നല്ലോ. അന്നു മുതൽ പറയ്. ഡൽഹിയിൽ ഒരു പൊളിറ്റീഷ്യൻ ഉണ്ടായിരുന്നല്ലോ. അയാളുമായി എന്തോ ഇടപാടിനു വേണ്ടി വന്നതല്ലേ നിൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. അയാൾ എന്നെ വിളിച്ചു വരുത്തിയതാ, കൈലാസ്നാഥ്. അച്ഛൻ്റെ ബോഡി ഏറ്റുവാങ്ങലും ക്രിമേഷനുമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കോലാലംപൂരിലേക്ക് തിരിച്ചു പോയതായിരുന്നു. അപ്പോഴാണ് അയാളുടെ കോൾ. അടിയന്തരമായി ഡൽഹിയിലെത്തണം, അച്ഛൻ്റെ ചില പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് കൈവശമുണ്ട്, അതെല്ലാം തിരിച്ചേൽപ്പിക്കാനാണെന്നും പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു. തനിച്ച് ഡൽഹിയിൽ വരാൻ ഭയമൊന്നുമില്ലായിരുന്നോ നിനക്ക്? ജിംസൺ ചോദിച്ചു. അച്ഛൻ്റെ കൂടെ ഞാൻ എവിടെയെല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. പലപ്പോഴും എന്നെ തനിച്ചും പറഞ്ഞയച്ചിട്ടുണ്ട്. ഡൽഹിയിലേക്ക് പെട്ടെന്ന് വരണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ നെക്സ്റ്റ് ഫ്ലൈറ്റിന് ഡൽഹിയിലെത്തി. അയാൾ കാറുമായി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് എന്നെ പിക്ക് ചെയ്ത് മൾബറി ഹൗസിലേക്ക് കൊണ്ടുപോയി. നീ തനിച്ച്? അച്ഛൻ്റെ വലങ്കയാണല്ലോ അയാൾ. പലപ്പോഴും കോലാലംപൂരിലും വന്നിട്ടുണ്ട്. അവിടെ വീട്ടിൽ ഗസ്റ്റായി താമസിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ മൾബറി ഹൗസ് അയാളാണല്ലോ പൊസസ് ചെയ്തിരുന്നത്. ഓ ശരി, എന്നിട്ട്? ജിംസൺ സിത്താരയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവൾ ഓർമ്മകളെ അടുക്കി വെച്ച് ഓരോന്നായി വിടർത്താൻ ശ്രമിച്ചു. പക്ഷേ അവിടെ മുതൽ കടന്നലുകൾ ഇളകിയതുപോലെയായി ഓർമ്മകളുടെ ഇരമ്പം. മൾബറി ഹൗസിലെ പ്രൗഢമായ ഹാളിൽ സംസാരിച്ചു കൊണ്ട് നടക്കുന്നു കൈലാസ്നാഥ്. താൻ കേട്ടുകൊണ്ട് നിൽക്കുന്നു. സോഫ്റ്റ് ഡ്രിങ്കുമായി പരിചാരകർ വരുന്നു. അത് വാങ്ങി കുടിക്കുന്നു. സോഫയിലിരുന്ന് കൈലാസ്നാഥ് സംസാരിക്കുന്നു. താൻ അഭിമുഖമായി ഇരിക്കുന്നു. കൈലാസ്നാഥ് ചില ഡോക്യുമെൻറ്റ്സ് അടക്കം ചെയ്ത ഫയലുകൾ പരിചാരകനെ കൊണ്ട് എടുപ്പിക്കുന്നു. അവ ഓരോന്നും തനിക്ക് കാട്ടിത്തരുന്നു, വിശദീകരണങ്ങൾ നൽകുന്നു. താൻ അർദ്ധബോധാവസ്ഥയിൽ എന്ന വണ്ണം എല്ലാം കാണുന്നു, കേൾക്കുന്നു. എല്ലാം ശരിയെന്ന് തലയാട്ടുന്നു. ഒരു മന്ത്രവാദി അയാളുടെ കയ്യിലെ മാന്ത്രികദണ്ഡ് ഉപയോഗിച്ച് ഒരു പ്രാവിനെയോ തത്തയെയോ അനുസരിപ്പിക്കുന്ന പോലെ, അങ്ങനെ പരിശീലിപ്പിച്ചിരിക്കുന്ന പോലെ, സിത്താര ജിംസണോട് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. പറത്തിവിട്ട അനേകം അപ്പൂപ്പൻ താടികൾ പോലെ പലയിടത്ത് ചിതറിക്കിടക്കുകയാണ്. അയാൾ നിനക്ക് എന്തെങ്കിലും മയക്കുമരുന്ന് തന്നിട്ടുണ്ടാവും. ഒന്നുകിൽ അതിൻ്റെ സ്പ്രേ, അല്ലെങ്കിൽ ഡ്രിങ്ക്സിൽ കലർത്തി, ജിംസൺ ഓർമ്മിപ്പിച്ചു. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടോ? ഓർമ്മയില്ല. അപ്പോൾ മുതൽ എനിക്ക് ശരിയായി ഒന്നും ഓർമ്മയില്ല. ചില ഡോക്യുമെൻറ്റുകളിൽ എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത് ഓർക്കുന്നു. ഞാനതെല്ലാം അയാളിൽ കൈപ്പറ്റുന്നതിൻ്റെ റെക്കോർഡാണ് സൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. എവിടേക്കോ അടിയന്തരമായി യാത്ര പോകണമെന്ന് പറഞ്ഞു. പിന്നീടുള്ള എൻ്റെ ഓർമ്മ, ഞാനൊരു ഫ്ലൈറ്റിൽ ഇരിക്കുകയാണ്. അരികെ കൈലാസ്നാഥ് ഇരിപ്പുണ്ട്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ചോദിച്ചു. ചെന്നൈയിലേക്കാണെന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്.
കാരണം ചെന്നൈയിൽ അച്ഛൻ്റെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവർ എയർപോർട്ടിൽ വന്ന് ഞങ്ങളെ റിസീവ് ചെയ്തു. അവർ ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ജിംസൺ ചോദിച്ചു. ഒരാൾ ചെറിയച്ഛൻ, അച്ഛൻ്റെ അനുജൻ, അടുത്തയാൾ അച്ഛൻ്റെ സഹോദരിയുടെ ഭർത്താവ്. അവർ തിരിച്ചറിഞ്ഞോ നീ അബോധാവസ്ഥയിലോ അർദ്ധബോധാവസ്ഥയിലോ ആണെന്ന്? എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എൻ്റെ ഡയലോഗ്സ് ക്ലിയറാണ്, തോട്ട്സ് ക്ലിയറാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് അവർക്കും തോന്നുന്നില്ല. അച്ഛനെ പറ്റിയാണ് എല്ലാവരും സംസാരിക്കുന്നത്. അച്ഛൻ്റെ അതേ ബിസിനസ് ചെയ്യുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി അവരുടെ പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ച് പോലീസിൻ്റെ സഹായത്തോടെ അച്ഛനെ ഇല്ലാതാക്കിയതാണ്. ഇങ്ങനെയെല്ലാം അവർ പറയുന്നുണ്ട്. അവർക്ക് അതിൽ ശരിക്കും വിഷമമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. വളരെ പൊളൈറ്റായിട്ടാണ് എന്നോട് സംസാരിച്ചതും പെരുമാറിയതും. പക്ഷേ എനിക്ക് ദിവസങ്ങൾ ഓർക്കാൻ കഴിയുന്നില്ല. രാത്രിയും പകലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ചില കുഴപ്പങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒന്നുകിൽ ആഹാരത്തിലൂടെ, അല്ലെങ്കിൽ പാനീയത്തിലൂടെ, അതുമല്ലെങ്കിൽ ഡ്രഗ്സ് സ്പ്രേ ചെയ്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ മയക്കത്തിൽ നമുക്കറിയാൻ പറ്റാത്ത ഇഞ്ചക്ഷൻ. ജിംസൺ വീണ്ടും അതുതന്നെ പറഞ്ഞു. ഒരു ദിവസം ഞാൻ കണ്ണു തുറക്കുമ്പോൾ ജയിലഴികൾ പോലെ അഴികളുള്ള ഒരു മുറിയിലാണ്. അതൊരു മെൻ്റൽ ഹോസ്പിറ്റലാണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടു വശത്തും അഴികൾ പാകിയുണ്ടാക്കിയ കോറിഡോറിലൂടെ ഭ്രാന്ത് പിടിച്ചവരെ കൊണ്ടുപോകുന്നതും അവരെ ചൂരലിന് അടിക്കുന്നതും ഞാൻ കണ്ടു. സിത്താരയുടെ മുഖത്ത് പേടിയുടെ വിളർച്ച പടർന്നു.